ഹായ്, കങ്ങഴ വിവേകാനന്ദ വിദ്യാമന്ദിർ സ്കൂളിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്കായി ഒരുപാട് പുതുമ നിറഞ്ഞ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നതും ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ തയ്യാറായതും. അപ്പോൾ നമുക്ക് ആ സ്കൂളിന്റെ വിശേഷങ്ങളും ആ പുതുമ നിറഞ്ഞ കാഴ്ചകളും നമുക്ക് കാണാം. ബാ. നമ്മളിപ്പോൾ വിവേകാനന്ദ വിദ്യാമന്ദിരത്തിന്റെ തിരുമുറ്റത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ ഒച്ചയും ബഹളങ്ങളും ഒക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ പഠന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. പഞ്ചാംഗ ശിക്ഷണത്തിലാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഒരു പുസ്തക പുഴുക്കളാക്കാതെ കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ കലാകായിക രംഗത്തും കുട്ടികൾക്ക് നൈപുണ്യം നേടാനുള്ളൊരു അവസരം ഇവിടുത്തെ ടീച്ചേഴ്സ് നൽകുന്നുണ്ട്. ഇവിടുത്തെ സുന്ദരമായ ആ കാഴ്ചകൾ നമുക്ക് കാണണ്ടേ? കാണാൻ നല്ല രസമാണ്. വേദാന്തിനോ നിർവചനീയമേവം യം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവായമീശം ശിവയിത്യഭോജൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി. Prayer position. ദീപസ്തുതി. ദീപജ്യോതി പരം ജ്യോതി, ദീപജ്യോതി പരം ജ്യോതി, ദീപജ്യോത ജനാർദ്ദന, ദീപോ ഹരതു മേ പാപം, ദീപജ്യോത നമോസ്തുതേ. ശുഭം കരോതു കല്യാണം, ആരോഗ്യം സുഖ സമ്പദാ, ദ്വേഷ ബുദ്ധി വിനാശായ. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന വിശിഷ്ട വ്യക്തി കങ്ങഴ ദേവസ്വത്തിന്റെയും വിവേകാനന്ദ വിദ്യാമന്ദിര സ്കൂളിന്റെയും പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബി മധുസൂദനക്കുറുപ്പ് സാറിനെയാണ്. സാറേ നമസ്കാരം. നമ്മുടെ വിദ്യാമന്ദിര സ്കൂളിനെ പറ്റിയും ഞങ്ങളുടെ പ്രേക്ഷകരോട് രണ്ടു വാക്ക്. ഇപ്പോൾ നമ്മൾ ദേവസ്വം ഏറ്റെടുത്തതിന് ശേഷം സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്തായി കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തിരുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവസരത്തിൽ ഏത് പ്രധാനപ്പെട്ട സ്കൂളിനോടും കിടപിടിക്കുന്ന രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ നടത്തുന്നത്. ഇതിപ്പോൾ പിള്ളേരുടെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം ക്ലാസ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ LKG അങ്ങേയറ്റത്ത് പ്ലേ സ്കൂൾ വരെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഓഫീസ് റൂം, അതുപോലെ തന്നെ പ്രിൻസിപ്പാളുടെ റൂമുണ്ട്, PTA പ്രസിഡന്റ്,
ഇവരോടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കൂളിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഈ സ്കൂളിന്റെ പഠന രീതികളും എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വിവേകാനന്ദ സ്കൂളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറും PTA പ്രസിഡന്റുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ പേരെന്ന് പറയാം? എൻ്റെ പേര് മോഹൻകുമാർ എന്നാണ്. മോഹൻകുമാർ. അപ്പോൾ സാറേ, നമ്മുടെ ഈ വിവേകാനന്ദ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ആചാര രീതികളെ കുറിച്ചൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു 2 വാക്ക്. തീർച്ചയായും. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം ഏറെക്കുറെ 40 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. കങ്ങഴയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ എന്ന് തന്നെ പറയാം അൺഎയ്ഡഡ് സ്കൂളുകളിലൊന്നാണ്. അത് കങ്ങഴ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ സ്കൂൾ ഏറ്റെടുത്തു. അതായത് ആദ്യത്തെ നമ്മുടേത് വിദ്യാഭാരതിയുടെ കീഴിലായിരുന്നു ഈ സ്കൂള്. ആ സ്കൂള് കങ്ങഴ ശ്രീ മഹാദേവ ക്ഷേത്രം ഏറ്റെടുത്ത് ദേവസ്വം ഏറ്റെടുത്തിട്ട് ഏറെക്കുറെ 12 വർഷത്തിന് മേലെയായി. പഞ്ചാംഗ ശിക്ഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അതായത് നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം കലാപരമായും കായികപരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വിവേകാനന്ദ വിദ്യാമന്ദിർ കങ്ങഴ സ്കൂളിന്റെ പ്രിൻസിപ്പാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാഡം നമസ്കാരം. നമസ്കാരം. മാഡത്തിന്റെ പേരെന്ന് പറയാം? എൻ്റെ പേര് സജിത സോമൻ എന്നാണ്. മാഡം താമസം? ഞാൻ താമസിക്കുന്ന പൊൻകുന്നത്താണ്. പൊൻകുന്നത്ത് ചെറുക്കടവിനടുത്താണ് താമസിക്കുന്നത്. തെക്കേത്തകവല എന്ന് പറയും. മാഡം ഇപ്പൊ സ്കൂളിലോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 7 വർഷം ആകുന്നു. 6 വർഷം കഴിഞ്ഞു. മുമ്പ് നേരത്തെ ഇതിനു മുമ്പ് ഒരു ലോങ് ജേർണി ആയിരുന്നു. 8 വർഷം ഏതൻ പബ്ലിക് സ്കൂളിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വാഴൂർ ഏതൻ പബ്ലിക് സ്കൂളിലുണ്ടായിരുന്നു. അവിടുന്ന് ശ്രേയസിലോട്ട് പോയി. ശ്രേയസിൽ 11 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മംഗളത്തിലെ പ്രിൻസിപ്പളായിട്ട് പോകുന്നത്. 5 വർഷം മംഗളത്തിലെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുമ്പോഴാണ് കങ്ങഴ ദേവസ്വം അപ്രോച്ച് ചെയ്യുന്നതും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ തന്നെ ഓരോ സ്കൂളുകൾ ടീച്ചർ റെഡിയാക്കി വന്നോണ്ടിരുന്നതാണ്. ഇവിടെ കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് അല്ലേ? ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വേറെ എങ്ങും പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ തന്നെ തുടരണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം. സ്കൂളും കുട്ടികളൊക്കെ അതുപോലെ ഇഷ്ടപ്പെട്ടു, അതുപോലെ ഇഷ്ടമാണ്. അതുപോലെയാണ് മാനേജ്മെന്റും വളരെ സപ്പോർട്ടീവാണ്. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ അടുത്തൊരു നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടും നമ്മളുടെ എന്ത് ക്രിയേറ്റിവിറ്റിയും ഇവിടെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും പല ഡെവലപ്മെന്റ്സും സ്കൂളിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഇവിടെ തന്നെ തുടരാനാണ്. ടീച്ചറെ, ഈ സ്കൂളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ടീച്ചർക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് 2 വാക്ക്. വിവേകാനന്ദ വിദ്യാമന്ദിറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ജോയ്ഫുൾ ലേണിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ കമ്പൽ ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. പിള്ളേരുടെ ഒരു സമഗ്ര വികസനം എന്ന് പറയും, ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. എല്ലാ ഏരിയയിലും കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഫോക്കസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവിലെ മുതലേ പിള്ളേരെ ക്ലാസ് റൂമിലേക്ക് ബുക്കും കൊണ്ട് തള്ളിവിടാതെ രാവിലെ തന്നെ ഒരു പ്രാർത്ഥനാ സഭയുണ്ട്. ആ പ്രെയർ കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് ഞങ്ങൾ ജനറൽ നോളജ് ആണ് കൊടുക്കുന്നത്. GK, അന്നത്തെ കറണ്ട് അഫയേഴ്സ്, പത്രം വായിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ GK. അത് ഞങ്ങളുടെ LKG മുതലുള്ള പിള്ളേരെ നിങ്ങൾ ചോദിച്ചാൽ കേൾക്കാൻ പറ്റും. അവരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവരെന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, നേടിയിട്ടുണ്ടെന്നുള്ള. അത് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ലേണിങ്ങിന് ഞാൻ ചെറിയൊരു ഷോർട്ട് പീരീഡേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷമുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. ഈ ആക്ടിവിറ്റി എന്ന് പറയുമ്പം ഒരു എണ്ണത്തിൽ മാത്രം ഫോക്കസ് അല്ല. PT ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, സയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ലിറ്ററേച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഏത് ഫീൽഡിൽ പിള്ളേർ പോയി കഴിഞ്ഞാലും, ഈവൻ സ്പെൽ ബി കോമ്പറ്റീഷന് പോയിട്ട് പോലും നമ്മളുടെ പിള്ളേർ നാഷണൽ ലെവലിൽ സമ്മാനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ പോലെ ഒരു ഗ്രാമത്തിലെ പിള്ളേർക്ക് സ്പെൽ ബി കോമ്പറ്റീഷനിൽ നാഷണൽ ലെവലിൽ വരെ സക്സീഡ് ചെയ്യാൻ സാധിച്ചത് നമ്മളിൽ അത്രയും പിള്ളേർക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. കുട്ടികൾക്ക് നമുക്ക് പുസ്തകത്തിലുള്ളത് മാത്രമല്ല, പൊതുവായൊരു ബുക്കിഷ് നോളജ് മാത്രമല്ല, ബുക്ക് മാത്രം പഠിക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. കാരണം പിള്ളേർക്ക് ബുക്കിൽ പഠിക്കാനുള്ളത് എവിടെ നിന്നും കിട്ടും. അവരുടെ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അവരുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഫിനിഷിംഗ് സ്കൂൾ കൺസെപ്റ്റ്, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് പ്രതിസന്ധിയും നേരിടാനായിട്ട് അവർക്ക് സാധിക്കണം. ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവണം. ടീച്ചറെ, PTA പ്രസിഡന്റ് പറഞ്ഞു പഞ്ചാംഗ ശിക്ഷണത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു. എന്താണ് പഞ്ചാംഗ ശിക്ഷണം? ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള സ്കൂളാണ് നമ്മുടെ സ്കൂൾ. ഭാരതീയ വിദ്യാനികേതൻ നിഷ്കർഷിക്കുന്ന 5 കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നു. അതിലൊന്നാണ് യോഗ, 2 സംഗീതം, 3 സംസ്കൃതം, 4 കായികം, 5 ശാരീരികം. അതിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അമ്മമാർക്കുള്ള ക്ലാസ്സുകൾ,
കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ്സുകൾ അതെല്ലാം ഈ ശാരീരികത്തിൽ പെടും. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഈ 5 കാര്യങ്ങൾ. കാര്യങ്ങളല്ലേ ഈ 5 കാര്യങ്ങളാണ് പഞ്ചാംഗ ശിക്ഷണത്തിൽ വരുന്നത്. നമ്മുടെ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ടീച്ചർ നമസ്കാരം. നമസ്തേ. എന്നാണ് വിശേഷം? സുഖം. ടീച്ചറിന്റെ പേരെന്ന്? എൻ്റെ പേര് രജനി. അപ്പം ഈ ടീച്ചറിന് നമ്മുടെ സ്കൂളിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഞങ്ങൾ വന്ന് അസംബ്ലി മുതൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് എന്താണ് അതിനെപ്പറ്റി ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങൾ കണ്ട ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ ഒരു രീതി, അതായത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം അനുസരിച്ചുള്ള ഒരു രീതി തന്നെയാണ്. ഭാരതീയ വിദ്യാനികേതൻ്റെ അണ്ടറിൽ പോകുന്ന സ്കൂൾ ആയതുകൊണ്ടും നമ്മൾ അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ശിക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിൻസിപ്പള് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കലാപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്ന് അറിയാൻ പറ്റി. അതിനെപ്പറ്റി ടീച്ചർക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? അതെ, അതും നിങ്ങളുടെ അറിവ് ശരിയാണ്. കാരണം ടീച്ചർ വന്നതിന് ശേഷം കാരണം ടീച്ചർ CBSE സ്കൂളുകളിലൊക്കെ ഇരുന്ന് വന്നതുകൊണ്ട് ടീച്ചറിന് ഇതിനെക്കുറിച്ചെല്ലാം നല്ല അറിവുണ്ടായിരുന്നു. അപ്പം ടീച്ചറിന് നമ്മളെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കലാപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മുടെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു പ്രാക്ടീസ്, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്ന ടീച്ചറിൻ്റെ ഗൈഡൻസിൽ തന്നെയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്റ്റേജ്, ഇതിൻ്റെ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യേറ്റീവ് ടീച്ചറാണ്. അതിന് PTA നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ പ്രിൻസിപ്പാൾ ഇവിടുത്തെ ഒരു നെടുംതൂണ് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ടീച്ചറാണ്. കാരണം ഞങ്ങൾക്കൊരു ക്ലാസ് തരണമെങ്കിലും അതെല്ലാം എന്ത് കാര്യങ്ങൾ ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇതിൽ പറയാം. കാരണം ടീച്ചറിന് എന്ത് കാര്യങ്ങൾക്കും ഒരു ഉത്തരവുള്ള ഒരു വ്യക്തിയാണ്. നമ്മളിവിടെ മറ്റൊരു രക്ഷാധികാരിയാണ് ഈ സ്കൂളിന്റെ പരിചയപ്പെടാൻ പോകുന്നത്. എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെയാണ്, ഒരു ജോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം സാറിനാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? എൻ്റെ പേര് ഫൽബിൻ എന്നാണ്. സാറിന്റെ വീട് എവിടെ? എൻ്റെ വീട് വെള്ളാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഈ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നു. 1 വർഷത്തിലേക്ക് വരുന്നു. അപ്പോൾ സാറിന് നമ്മുടെ ഈ സ്കൂളിന്റെ ഇവിടുത്തെ പഠന രീതികളും ഈ സ്കൂളിനെ പറ്റിയൊക്കെ 2 വാക്ക് സാർ. നമ്മളെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇത് വിവേകാനന്ദ വിദ്യാമന്ദിർ കങ്ങഴ എന്നാണ് ഈ സ്കൂളിനെ അറിയപ്പെടുന്നത്. ഈ സ്കൂൾ ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ അക്കാഡമിക് കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകുന്നതും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഭാരതീയ വിദ്യാനികേതനാണ്. സ്കൂളിൻ്റെ ഫിസിക്കലായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ കങ്ങഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ദേവസ്വം ഭരണസമിതിയുടെ കീഴിലാണ് സ്കൂൾ നടത്തുന്നത്. ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധുസൂദനക്കുറുപ്പ് സ്കൂൾ സമിതിയുടെയും പ്രസിഡന്റാണ്. കൂടാതെ ദേവസ്വത്തിൽ നിന്നും 3-4 ആൾക്കാരുൾപ്പെടെ മറ്റ് അഭ്യുദയകാംക്ഷികളായ 11 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് സ്കൂൾ ഭരണസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് സെക്രട്ടറി എന്ന ഉപരി കുട്ടികൾക്ക് വേണ്ടി മറ്റെന്തോ ഒരു ആക്ടിവിറ്റി സാറ് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഈ നമ്മുടെ പാഠ്യേതര വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഘോഷ് എന്ന് പറയും. അതായത് ബാൻഡ് സെറ്റ് എന്നാണ് നമ്മൾ സാധാരണ അറിയപ്പെടുന്നത്. ഇത് ഭാരതീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു സംഭവമാണ് ഘോഷ്. ഈ ഘോഷിലെ ഡ്രംസ്, അതുപോലെ തന്നെ ഫ്ലൂട്ട്, അതുപോലെ തന്നെ ബ്യൂഗിള്, ട്രംപറ്റ്, ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇത് ഞാനിവിടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ മാതൃസമിതിയുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് മാഡത്തിനൊന്ന് പരിചയപ്പെടാം. മാഡത്തിന്റെ പേരെന്ന് പറയാം? എൻ്റെ പേര് ബിന്ദു. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം? അതെ. അപ്പോൾ മാഡം ഈ സ്കൂളിനെ പറ്റി എന്താണ് മാഡത്തിന്? ഈ സ്കൂളിൽ എൻ്റെ മോളെ ചേർക്കാൻ വന്നത് 6 വർഷമായി. എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നു. 6 വർഷത്തോളം? 6 വർഷത്തോളമായി. മോള് സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് ഉടനെ തന്നെ കോവിഡ് കാലഘട്ടമായിരുന്നു, അടുത്ത 2 വർഷക്കാലം. അപ്പം നമ്മളെല്ലാവരും തന്നെ ഒന്ന് വിഷമിച്ചു, എങ്ങനെ സ്കൂൾ മുന്നോട്ട് പോകും, എങ്ങനെ കുട്ടികളുടെ പഠിത്തം പോകും. അപ്പോഴേ ആദ്യത്തെ 1 ആഴ്ച 2 ആഴ്ചയ്ക്ക് ശേഷമായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ വേണ്ടത്ര മികവ് ലഭിക്കുമോ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഞങ്ങൾ മാതാപിതാക്കൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ തോന്നി. മുന്നോട്ട് പോകും എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ ഞങ്ങളുടെ മേഡത്തിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഏറ്റവും അടുത്ത നിമിഷം തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയി. നമുക്കാർക്കും വിഷമങ്ങളൊന്നുമില്ല. അങ്ങനെ ഇപ്പം വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ ഇവിടുത്തെ. അതെ. ശേഷം ഒരുപാട് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിന്റെ ആചാരം തന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമാണ് നമുക്കും. നമ്മുടെ മോള് നേരത്തെ വേറെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ നമ്മളത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. എന്നാലും വളരെ നന്നായി പോകുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ സ്കൂളിൽ തന്നെ ഒരു നല്ലൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ജങ്ക് ഫുഡ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഷുഗറിൻ്റെ അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് ഇവിടുത്തെ മിസ്സിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മിസ്സേ, ഇതൊന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കാം.
നമ്മളുടെ ICMR-ന്റെ പഠനം, ICMR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. പഠനപ്രകാരം നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണം നമ്മളുടെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഷുഗറാണ്. ആ ഷുഗർ കണ്ടന്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് അറിയാതെയോ അറിഞ്ഞോ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അതാണ് അവരുടെ പല അസുഖങ്ങൾക്കും, ചെറിയ പ്രായത്തിൽ തന്നെ പല അസുഖങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവർ നിരന്തരമായി ഉപയോഗിക്കുന്ന ഈ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം, അതായത് 7up, കൊക്കോകോള, പെപ്സി, സ്പ്രൈറ്റ്, ഇതിനകത്തെല്ലാം ഷുഗർ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്നും വെറും വെള്ളത്തിൽ എത്ര ഷുഗർ കണ്ടന്റ് ഉള്ളതെന്നും കാണിക്കുന്ന ഒരു ബോർഡാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ബോർഡ് പ്രകാരം നമ്മൾക്ക് കൗമാരക്കാർക്ക് ഇടയിൽ ഉണ്ടാകുന്ന പ്രമേഹം അത് വ്യാപനം തടയാനും കുട്ടികളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും എല്ലാമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഞങ്ങളിവിടെ ആഹാരങ്ങളും ബേക്കറി ഫുഡുകളും ഒന്നും പിള്ളേർക്ക് കൊടുക്കാറില്ല. ഈ മുട്ടായി അങ്ങനെയുള്ള സാധനം, ടോഫീസ് ഒന്നും സ്കൂളിൽ അലൗഡ് അല്ല. അവർ പിള്ളേർ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലും ആണ് നമ്മുടെ പിള്ളേർ ബർത്ത്ഡേസിനൊക്കെ വന്ന് പിള്ളേർക്ക് കൊടുക്കുന്നത്. സോ ഈ ടോഫി റാപ്പേഴ്സ് ഒന്നും സ്കൂളിൽ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പൊ ഇതാണ് പിള്ളേർക്ക് ഏറ്റവും ഹെൽത്ത് വൈസ് അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. നമ്മുടെ സ്കൂളിലെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും ട്രെയിനിങ് നൽകുന്ന ഒരു സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. ആ പേരെന്ന് പറയാം? അഭിനയ. എവിടെ സാറിന്റെ? തൃശ്ശൂര് ജില്ലയിലെ കരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതല്ലേ? സാറാണ് നമ്മുടെ ഈ വിദ്യാ മന്ദിരത്തിലെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട്. എത്ര നാളായി കാണും? ഈ സ്കൂളിൽ ഇപ്പൊ 6 വർഷമാണ്. 6 വർഷമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പള് വേറെ ജോലി ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ട് ഏകദേശം 22 വർഷത്തെ ഒരു പരിചയമുണ്ട്. പ്രിൻസിപ്പളുടെ ഒപ്പമാണ്. ടീച്ചർ എവിടെ പോകുന്നോ നമ്മളെ വിളിക്കും, എല്ലാ സ്കൂളിലും വിളിക്കും. അപ്പോൾ ഇവിടുത്തെ കലാപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഡ്രാമ, ഡാൻസ്, മോണാക്ട്, മിമിക്രി, പിന്നെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും. നമ്മുടെ കുട്ടികള് ഗംഭീരാണ് അല്ലെ? അടിപൊളിയല്ലേ? അത് വാ തുറക്ക്. നമ്മുടെ നാടകത്തിന്റെ ടീമാണ്. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സ്കൂളില് പൊതുവെ ആദ്യം സ്ക്രിപ്റ്റ് കൊടുത്ത് ഡയലോഗ് പഠിച്ച് എന്നിട്ട് നാടകം അവതരിപ്പിക്കുന്ന രീതിയാണ്. പക്ഷെ നമുക്ക് അങ്ങനല്ല. ഞങ്ങളിപ്പോ ഇന്ന് നാടകം തുടങ്ങാൻ പോണുള്ളൂ. ആകെ 6-8 ദിവസം 10 ദിവസത്തിന്റെ ഉള്ളിലാണ് നാടകം നടക്കാൻ പോകുന്നത്. പക്ഷെ ഞങ്ങളെ സെറ്റുകളൊക്കെ വെച്ച് ഇത് അതിന്റെ ഫസ്റ്റ് ടൈമിലാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ അഭിനയ GArts എന്ന് പറഞ്ഞൊരു ടീമാണ്. ഏകദേശം എൻ്റെ കൂടെ 30ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിന്റെ മേലെ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് കൊടുക്കുന്ന സാറുണ്ട്. മിമിക്രി സാർ ഇപ്പൊ നാളെ വരും. ഇദ്ദേഹം എൻ്റെ ആർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. രമേശ് എന്നാണ്. രമേശ് മാത്രമല്ല, നമ്മുടെ കൂടെ എൻ്റെ മെയിനായിട്ട് ഈ ഇരിക്കുന്ന ഓരോ ആർട്ടിനും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഏകദേശം 27 വർഷമായിട്ട് കൂടെയുള്ള ഒരാളുണ്ട്, രജത്ത്. ആളിപ്പോ ഇവിടെ നിന്ന് വന്നിട്ടില്ലേ? 27 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ മൊത്തം 30 വർഷമായിട്ട് കലാഫീൽഡിലുള്ള ഒരാളാണ്. ആയോധന കലയിൽ നൈപുണ്യം നേടിയ ഒരു ടീച്ചറെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ടീച്ചറെ നമസ്കാരം. ആ പേരൊന്ന് പറയാമോ? ധന്യ. ടീച്ചറാണ് ഇവിടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് കളരി
അതുപോലെ യോഗ, മ്യൂസിക്. മ്യൂസിക്. അപ്പം എല്ലാം കൂടെ ചേർന്ന് ക്ലാസ് എടുക്കുന്ന ആളാണ്. ടീച്ചർ പാരമ്പര്യമായിട്ട് അല്ലേ കളരി ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആണ്. എന്റെ അച്ഛൻ കളരി ആശാനാണ്. അച്ഛൻ കളരി ആശാനാണ്. ദ്രോണ കളരി സംഘം, അതാണ് ഞങ്ങളുടെ കളരിയുടെ പേര്. അച്ഛന്റെ പേര് വിജയകുമാർ. കളരിയുടെ പേര് ദ്രോണ കളരി സംഘം. സംഘം. ടീച്ചറിന്റെ പേര്? എന്റെ പേര് ധന്യ. സ്ഥലം എവിടെ? ക്ലാക്കപ്പടി, ഇവിടെ അടുത്ത്. ക്ലാക്കപ്പടിയാ അല്ലേ? അപ്പം എങ്ങനെയുണ്ട് ടീച്ചറിന് ഈ ശിഷ്യഗണങ്ങള് എത്രത്തോളം ഉണ്ട്? നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എണ്ണത്തിലധികം ഉണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് പേരുണ്ടല്ലേ? ഈ സ്കൂളിലുണ്ട്, പുറത്തും ഉണ്ട്. അതെ, സ്കൂളിൽ വന്ന് കുഞ്ഞു പിള്ളേരും എന്റെ വീട്ടിൽ വന്ന് പഠിക്കാറുണ്ട്. വീട്ടിലുണ്ടോ ടീച്ചർ? എങ്ങനെ വീട്ടിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഒന്ന് പഠിക്കുന്നത്. അവിടെ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം കളരിയുടെ പുറമെയാണ് ടീച്ചർ സംഗീതമുണ്ട്, യോഗയുണ്ട്. ഒരു കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ടീച്ചറുടെ കയ്യിൽ വശമുണ്ട്. അപ്പൊ എന്താണ് ടീച്ചർക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ കൊച്ചിലെ മുതലേ ഈ പാട്ട് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ അച്ഛൻ കളരി ആശാനായതുകൊണ്ട് അച്ഛന്റെ കൂടെ തന്നെ നടന്ന് കളരി പഠിച്ചു. കളരി ഫുള്ള് ഏകദേശം അതിന്റെ കൂട്ടത്തിൽ യോഗയും ഞാൻ പഠിച്ച. അച്ഛനും യോഗ ചെയ്യാറുണ്ട്. അച്ഛൻ തന്നെ പഠിപ്പിച്ചാണ് എല്ലാം. ടീച്ചറിന്റെ ഒരു വടികറക്കലൊക്കെ നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ടീച്ചർ ഒരു 2 ലൈൻ പാട്ടുകൂടെ പാടണം. പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു, പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു, പുലരി പൂവിലും പൂക്കളം തീർത്തു, പുലരി കൈകളിൽ നെറ്റിയിൽ കുങ്കുമം തൊട്ടു, ഹരിചന്ദനം തൊട്ടു. അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും എത്തിക്കാൻ സാധിച്ച ഡ്രിൽ സാറിനെയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? എൻ്റെ പേര് രാജൻ കേടേവൂർ. സാറ് എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ 1 year ആയി. 1 year ആയി അല്ലേ? അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് അന്തരീക്ഷമൊക്കെ സാറിന് എന്താ പറയാനുള്ളത്? നല്ല കുട്ടികളാണ്, നന്നായി പോകുന്നു. ഇപ്പോൾ ഞാൻ വന്നിട്ട് 1 വർഷം ആയതുള്ളൂ. 1 വർഷത്തിനിടയിൽ നല്ല ഡെവലപ്മെൻ്റ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. VBN അതായത് വിദ്യാനികേതൻ്റെ ജില്ലാതല മത്സരങ്ങളിൽ പോയി പങ്കെടുക്കാൻ സാധിച്ചല്ലേ? റണ്ണിങ്, ഷോട്ട് പുട്ട്, ജാവലിംഗ് അതുപോലെ ഐറ്റംസ്, പിന്നെ ഫുട്ബോള്, ഷട്ടിൽ ടൂർണമെൻറ്റ്, അതിലും പ്രൈസ് നമുക്ക് വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ് തല മീറ്റിൽ നമുക്ക് ജാവലിൻ ത്രോയിൽ വെങ്കല മെഡൽ നമ്മുടെ സ്റ്റുഡൻറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് യോഗയിലും മ്യൂസിക്കിലും നമ്മുടെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാരിക്കോരി മേടിച്ചു കൊടുക്കാൻ സാധിച്ചു. അതായത് സ്റ്റേറ്റ് ലെവലിലും ജില്ലാ തലത്തിലും ആ ടീച്ചറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചറെ നമസ്കാരം. പേരെന്താ ടീച്ചറെ? എന്റെ പേര് ദീപ. എവിടെ താമസിക്കുന്നത്? ഞാൻ കൊടുങ്ങൂര്. ടീച്ചർ എത്ര വർഷമായി ഇവിടെ? ഞാൻ ശരിക്കും പറഞ്ഞാൽ 23 വർഷമാണ് ടീച്ചിങ് പ്രൊഫഷന്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് 4 വർഷം. 4 വർഷത്തോളം അല്ലേ? അപ്പോൾ ടീച്ചറെ സംഗീതവും യോഗയുമായിട്ട് നമ്മുടെ കുട്ടികളുമായിട്ട് ടീച്ചറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കാരണം ഇവിടെ വന്നിടത്തോളം എനിക്ക് ഒത്തിരി സന്തോഷമുള്ള അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം മത്സരത്തിനാണെങ്കിൽ പോലും തയ്യാറെടുപ്പിക്കുമ്പോൾ എന്നോട് ഒരുപാട് സഹകരിക്കുന്ന കുട്ടികളാണ്. പ്രിൻസിപ്പലാണെങ്കിലും ശരി, എല്ലാം വളരെയധികം സന്തോഷം. എന്തായാലും മ്യൂസിക് ടീച്ചർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ പാട്ടുകൂടെ ടീച്ചർ പാടണം. വേണോ? തീർച്ചയായിട്ടും വേണം. ഓക്കെ, ശരി. വാനമ്പാടി തേനും വയം നാവിൽ പോകും വാനമ്പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. ടീച്ചറെ വളരെ നന്നായി. കുറച്ച് സമയത്തേക്ക് എവിടെയൊക്കെയോ പോയിട്ട് തിരിച്ചു വന്ന പോലെ തോന്നുന്നു. എന്തായാലും കൊള്ളാം. താങ്ക് യു. ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുട്ടികൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ച് നടക്കുന്നു. നമ്മുടെ ആ പഴയ കുട്ടിക്കാലത്തോട് നമുക്കൊരു ഓർമ്മ കൊണ്ടുപോകാൻ സാധിച്ചു. ഇവിടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ പഠന രീതികൾ, ഇവിടുത്തെ സാറന്മാർ എല്ലാം വളരെ 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 വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്.
വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാവട്ടെ. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.